ഈ ആത്മീയ അനുഭൂതി ഉണ്ടാക്കി കൊടുക്കൽ തന്നെയാണ് യോഗയുടെ ലക്ഷ്യം. അതിന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആദ്യം. അതിനാണ് യമനിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് നമുക്ക് ഉപമയിൽ കൂടി പറയുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. കൽക്കണ്ടി ഉണ്ടാക്കലാണ് നമ്മുടെ ലക്ഷ്യം. കൽക്കണ്ടി എന്ന് ഉദ്ദേശിക്കുന്നത് പരമമായ ആനന്ദമാണ്. ആ കൽക്കണ്ടി ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം കരിമ്പ് കൃഷി ചെയ്യണം. കരിമ്പ് കൃഷി ചെയ്തതിന്റെ പിറ്റേ ദിവസം കൽക്കണ്ടി ഉണ്ടാവില്ല. അതിനെന്ത് ചെയ്യണം? അതിന് ആദ്യം നല്ലൊരു സ്ഥലത്ത് അത് നടുകയും അത് നല്ലൊരു വേലി കെട്ടണം. ആ വേലി കെട്ടിയിട്ട് എന്താ സംഭവിക്കുക? അത് ആടോ പശുവോ അല്ലെങ്കിൽ എന്തെങ്കിലും കടിച്ചതിനെ നശിപ്പിച്ചാണ്. അപ്പൊ ആദ്യം വേലി കെട്ടുകയും പിന്നെ അതിനെ സംരക്ഷിക്കുകയും വെള്ളവും വളമൊക്കെ കൊടുക്കുകയും ചെയ്ത് അത് മൂത്ത് കഴിഞ്ഞാൽ മുറിച്ചു കൊണ്ടുവന്ന് ഇടിച്ചു പിഴിഞ്ഞ് കുറുക്കി പിന്നെ അതിന് നീര് കുറുക്കിയിട്ട് കൽക്കണ്ടിയാക്കി കഴിക്കുന്ന പോലെ തന്നെ നമ്മുടെ അകത്തിരിക്കുന്ന ഈ ബോധസത്തയെ നമുക്ക് സ്വയം അനുഭവിക്കാൻ ഒരുപാട് കാര്യങ്ങൾ യോഗശാസ്ത്രം പ്രതിപാദിക്കുന്നുണ്ട്. അത് ആ പേരൊക്കെ കേൾക്കുമ്പോൾ ഭയന്നുകൊണ്ട യാതൊരു കാര്യവുമില്ല. ആദ്യം പറയുന്നത് യമനിയമം. അപ്പൊ യമൻ എന്ന് പറഞ്ഞ ആരാണ്? കാലനാണ്. കാലന്റെ നിയമം ആര് പാലിക്കുന്നു, ആ പാലിക്കുന്ന ആളെ കാലൻ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഒരു ട്രാഫിക് നിയമം തെറ്റിക്കുമ്പോഴല്ലേ പോലീസുകാരെ പിടിക്കുള്ളൂ. അതേമാതിരി ആരോഗ്യത്തിന്റെ നിയമം തെറ്റിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് രോഗം വരുന്നത്. അപ്പൊ യമനിയമം പാലിച്ചു കഴിഞ്ഞാൽ മാത്രമേ രോഗമില്ലാത്ത ഒരു ഫിസിക്കൽ ബോഡി ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ രോഗമില്ലാത്തൊരു മെന്റൽ ബോഡി ഉണ്ടാവാനുള്ള ഒരുപാട് പ്രവർത്തനങ്ങളെ കുറിച്ചും യോഗശാസ്ത്രം പ്രതിപാദിക്കുന്നുണ്ട്. കാരണം ശബ്ദത്തിൽ കൂടിയാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത്. അതിന് വിശദീകരിച്ചിട്ട് പിന്നെ പ്രതിപാദിക്കുന്നില്ല. അപ്പൊ യമനിയമം എന്ന് പറഞ്ഞാൽ ആദ്യം ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഇങ്ങനെ അവസാനത്തെ സംഗതിയാണ് ആദ്യം പഠിപ്പിക്കുന്നത്. തലതിരിഞ്ഞിട്ടാണെങ്കിൽ പഠിപ്പിക്കുന്നതായിട്ട് തോന്നും. അങ്ങനെയല്ല ശരിക്കും. ആദ്യം അത് ഇങ്ങനെ ലക്ഷ്യത്തെ ബോധ്യപ്പെടുത്താനാണ് സമാധി പഠിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെയാണ് അത് എങ്ങനെ വേണമെന്ന് പഠിപ്പിച്ചിരിക്കുകയാണ് യമനിയമം, ആസനം എന്ന് പറയുന്നത്. യമൻ എന്ന് പറഞ്ഞാൽ കാലനാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആരോഗ്യശാസ്ത്രത്തിന്റെ ഉന്നതമായ കാര്യമാണ് എപ്പോഴും എഴുന്നേൽക്കണം, എപ്പോഴും ഉറങ്ങണം, എന്താഹാരം കഴിക്കണം എന്നൊക്കെ പ്രതിപാദിക്കുന്ന വിഷയം പോലും ഈ യമത്തിലും നിയമത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യമനിയമത്തിൽ ആദ്യം തന്നെ പറയുന്ന അഹിംസ എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. അഹിംസ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്ന മറ്റ് ജീവജാലങ്ങളെ കൊല്ലരുത്, നശിപ്പിക്കരുത് മാത്രം അല്ല, അതിൽ കവിഞ്ഞൊരു അർത്ഥം കൂടി അതിൻ്റെ അർത്ഥമുണ്ട്. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ, ഞാൻ എന്നെ യാതൊരു കാരണവശാലും ഹിംസിക്കാൻ പാടില്ല എന്നുള്ളതാണ് അഹിംസയുടെ യഥാർത്ഥ നിർവചനം. അതാണ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് എന്നെ ഹിംസിക്കുന്നുണ്ടെന്നുള്ള അറിവ് എനിക്ക് ഉണ്ടാവണമല്ലോ. ഞാൻ എങ്ങനെയാണ് എന്നെ ഹിംസിക്കുന്നുണ്ട്? വിഷലിപ്തമായ ആഹാര പദാർത്ഥം എൻ്റെ ഉള്ളിലേക്ക് ഇടുമ്പോൾ ഞാൻ എൻ്റെ ആന്തരിക അവയവങ്ങളെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വിഷലിപ്തമായ ചിന്താഗതികൾ ഉണ്ടാകുമ്പോൾ എൻ്റെ മനസ്സിനെ ഞാൻ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്ന അവസ്ഥയുടെ പേരാണ് അഹിംസ. മോഡേൺ സയൻസ് പറയുന്നത് സൈക്കോ ഫിസിക്കൽ പാരലിസിസ്, അതായത് മനസ്സിൽ അലിഞ്ഞൊരു ശരീരത്തിൽ അലിഞ്ഞൊരു മനസ്സ്. നല്ല മനസ്സിലെ നല്ല ശരീരം ഉണ്ടാകും. നല്ല മനസ്സും നല്ല ശരീരവുമുള്ള ആളുകളിൽ യോഗ അല്ലെങ്കിൽ ധ്യാനം എന്തുമാത്രം ഈ നല്ലത് ചീത്ത എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ആദ്യം വലിച്ചു കളയാനുള്ളത് എന്താ വെച്ചാൽ, ഒരു നാണയം തന്നാൽ ഹെഡ് ടൈൽ എന്നുള്ള അവസ്ഥയിലാണ് നാണയം നിൽക്കില്ല. അപ്പൊ നല്ലത് എന്ന് പറയുന്ന സാധനം നിൽക്കുന്നത് മോശം ഭാഗത്താണ്. മോശം ഭാഗം നിൽക്കുന്നത് നല്ല ഭാഗത്താണ്. ഈ നല്ലതിനെ കുറിച്ചും ചീത്തയെ കുറിച്ചും യോഗശാസ്ത്രം പ്രതിപാദിക്കുന്നില്ല. കാരണം നല്ലതിനെയും ചീത്തയെയും ഉപേക്ഷിച്ചിട്ട് അതിന്റെ അപ്പുറത്തേക്ക് കടക്കാനാണ് യോഗശാസ്ത്രം. എന്നാൽ സാധാരണ യോഗ കേന്ദ്രങ്ങളിൽ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്നേക്കാം. നെഗറ്റീവ് ചിന്തകൾ, പോസിറ്റീവ് ചിന്തകൾ മാത്രമേ ഉള്ളൂ. ചിന്തകളെ നിങ്ങൾക്ക് നെഗറ്റീവ് ആക്കാം, പോസിറ്റീവ് ആക്കാം. അത് ആക്കുന്ന വ്യക്തിക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ. അത് ചിന്തകൾ മാത്രമേ ഉള്ളൂ. ചിന്തകൾ നെഗറ്റീവ് അല്ല, പോസിറ്റീവ് അല്ല. പിന്നെ കറണ്ട് മാത്രമേ ഉള്ളൂ. കറണ്ട് നെഗറ്റീവ് ആണെന്ന് വെച്ചാൽ നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആണെന്ന് വെച്ചാൽ പോസിറ്റീവ് അല്ല. അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാച്ചിരിക്കുന്ന ഹീറ്റർ കൊണ്ട് നിങ്ങൾ പറയുന്ന കറണ്ട് ചൂട് തരുന്ന സാധനം, ഇദ്ദേഹം പിന്നെ ഫ്രിഡ്ജ് ഉണ്ടാക്കി, ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ കറണ്ട് തണുപ്പ് തരുന്ന സാധനം. കറണ്ട് ചൂടും തരുന്നില്ല, തണുപ്പും തരുന്നില്ല. പക്ഷെ നിങ്ങൾ പിന്നെ ഉണ്ടാച്ചിരിക്കുന്ന ഉപകരണത്തിനനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഇന്ന് പറഞ്ഞ മാതിരി നെഗറ്റീവ് ഇല്ല, പോസിറ്റീവ് ഇല്ല, എനർജി മാത്രമേ. ആ എനർജി ലെവലിൽ ചിന്തിക്കാത്തത് കൊണ്ടാണ് നല്ലത് ചീത്ത എന്നുള്ള കോൺസെപ്റ്റ്. ബൈബിളിൽ അടിസ്ഥാനപരമായിട്ട് പറയുന്നുണ്ട്, നന്മ തിന്മകളെ കുറിച്ചുള്ള വേർതിരിച്ചറിവാണ് പാപം തന്നെ പറയുന്നത്. അപ്പൊ നന്മയും തിന്മയും നിങ്ങൾ വേർതിരിക്കുമ്പോൾ
നിങ്ങൾ എപ്പോഴും പെട്ടുകിടക്കുകയാണ് ചെയ്യുന്നത്. നന്മ തിന്മകൾക്ക് അതീതമായി പോകുമ്പോഴാണ് ഒരാൾ യോഗിയാവുന്നതെന്ന് എല്ലാ ഗ്രന്ഥങ്ങളിലും യോഗശാസ്ത്രത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടെന്ന അറിവാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഇദ്ദേഹത്തിന്റെ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം നന്മ തിന്മയെ കുറിച്ച് പിന്നെ എല്ലാ കേന്ദ്രങ്ങളിലും പറയുന്നുണ്ട് നല്ല ആളാവണം എന്ന് പറയുന്നത്. നല്ല ആളാവണം എന്ന് പറഞ്ഞാൽ അതിന്റെ എതിർവശത്തേക്ക് നിങ്ങൾ സഞ്ചരിച്ചേ മതിയാവും. ക്ലോക്കിന്റെ പെൻഡിലും ഇങ്ങോട്ട് പോകുമ്പോൾ തന്നെയാണ് തിരിച്ച് ഇങ്ങോട്ട് എല്ലാവരുടെ ഊർജ്ജം സമാഹരിക്കുന്നത് പറഞ്ഞ മതി. നിങ്ങൾ എവിടത്തേക്കാണ് നല്ല ആളാവും, എവിടത്തേക്കാണ് ചീത്ത ആളാവും? നല്ലതും ചീത്തയില്ല. അതിനാണ് രണ്ടാമത്തെ വരിയിൽ പറയുന്നത് അഹിംസ പറഞ്ഞിട്ട് പറയുന്നത് എന്താണ്? സത്യമാണ്.